തടികൂടിയ കാരണത്താൽ ഇവൾക്ക് വിവാഹാലോചനകൾ മുടങ്ങുന്നത് പതിവായിരുന്നു. ഇത് കാരണം അവളുടെ അമ്മയും സഹോദരനും എപ്പോഴും അവളോട് തടി കുറയ്ക്കാൻ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു NRI പയ്യനെ അവൾ കണ്ടുമുട്ടുന്നു. ഇന്ത്യയിലെ ശുചിത്വത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാൻ വന്ന ആളായിരുന്നു അവൻ. തുടക്കത്തിൽ അവന് മെലിഞ്ഞ പെൺകുട്ടികളായിരിക്കും ഇഷ്ടമെന്ന് കരുതി അവൾ അവനെ അവഗണിക്കുന്നു. എന്നാൽ പിന്നീട് അവർ സുഹൃത്തുക്കളാവുകയും ഒന്നിച്ച് സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഒരു മെലിഞ്ഞ പെൺകുട്ടിയുടെ വരവ് അവളിൽ അസൂയവും സങ്കടവും ഉണ്ടാക്കുന്നു. മെലിഞ്ഞ പെണ്ണിനെ അവൻ ഇഷ്ടമാണെന്ന് അവൾ ചിന്തിക്കുന്നു. അത് കാരണത്താൽ അവൾ തടി കുറയ്ക്കാൻ സൈസ് 0 എന്ന ക്ലിനിക്കിൽ ചേരാൻ തീരുമാനമെടുക്കുന്നു. ഈ ക്ലിനിക്ക് വളരെ വേഗത്തിൽ തടി കുറയ്ക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ഈ ക്ലിനിക്കിലെ ചികിത്സാ രീതികൾ നിയമവിരുദ്ധമാണെന്ന് അവൾ തിരിച്ചറിയുന്നു. അവിടെ നൽകുന്ന മരുന്നുകൾ കാരണം അവളുടെ ഒരു സുഹൃത്തിന്റെ വൃക്കകൾ തകരാറിലാക്കുന്നു. ക്ലിനിക്കിന്റെ ഉടമ തന്റെ തെറ്റുകൾ സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. അയാളുടെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ അവർ 3 പേരും ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നു. മെലിഞ്ഞിരിക്കുന്നതിലല്ല, മറിച്ച് ആരോഗ്യവാനായിരിക്കുന്നതിനാണ് പ്രാധാന്യമെന്ന സന്ദേശം അവർ പ്രചരിപ്പിക്കുന്നു. ഒടുവിൽ ക്ലിനിക്ക് തട്ടിപ്പുകൾ വെളിപ്പെടുകയും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവസാനം അവൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അവളെ അവൻ തന്റെ പ്രണയം അറിയിക്കുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കല്ല, മറിച്ച് സ്വന്തം സന്തോഷത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവസാനം അവർ ഒരുമിക്കുന്നു.